അടുത്തിടെ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. അതിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ചത് 5 കോളേജുകളാണ്. അതിലൊരു അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് കോഴിക്കോട് NIT ആണ്. ആർക്കിടെക്ചർ വിഭാഗത്തിൽ 2ാം സ്ഥാനമാണ് നേടിയത്. ഇനി ഇത്തരമൊരു ലിസ്റ്റ് വരുമ്പോൾ കോഴിക്കോട് NITയെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച കോളേജുകളിൽ ഒന്നാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡയറക്ടർ കഴിഞ്ഞ ദിവസം ചുമതല എടുത്തിട്ടുണ്ട്. പ്രൊഫസർ പ്രസാദ് കൃഷ്ണയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേകത ഈ NITയിലെ ആദ്യത്തെ മലയാളി ഡയറക്ടറായിരിക്കും ഒരുപക്ഷെ സാറ്. തീർച്ചയായിട്ടും ഈ RICകളെ NITയുള്ള ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത് പ്രൊഫസർ MP ചന്ദ്രശേഖരൻ സാറാണ് 2002-2003 കാലഘട്ടത്തിൽ. അതിനുശേഷം ഫോർമലായിട്ട് NIT ആക്ട് പ്രകാരമുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ നടന്നപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഡയറക്ടറായിട്ട് അധികാരം ഏറ്റെടുത്തത് പ്രൊഫസർ സദാനന്ദ ഗോഖലെയാണ്. അതിനുശേഷം വളരെ പ്രഗത്ഭരായ ഡയറക്ടേഴ്സ് ഉണ്ടായി. പക്ഷെ എല്ലാവരും ഇൻചാർജ് നമ്മുടെ മലയാളീസ് അല്ലാതെ ഒരു ഫുൾ ടൈം മലയാളി ഡയറക്ടർ വരാനുള്ള ഒരു ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. അതിനു മുമ്പുള്ള എല്ലാവരും വേറെ, അതിനു മുമ്പ് പ്രൊഫസർ സദാനന്ദ ഗോഖലെ, പിന്നെ അതിനുശേഷം പ്രൊഫസർ ബന്ദോപാധ്യായ, പ്രൊഫസർ GRC റെഡ്ഡി ആൻഡ് പ്രൊഫസർ ശിവജി ചക്രവർത്തി എല്ലാവരും കേരളത്തിന് പുറത്തുള്ള ആൾക്കാരായിരുന്നു. സ്വന്തം നാട്ടില് രാജ്യത്തെ ഒരു മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലവനായി വരുന്നു. കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചോളം ഇതൊരു ഹോം കമ്മിങ് പോലെയാണ്. 1991 എൻ്റെ അക്കാഡമിക് കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അധ്യാപക ഈ വൃത്തി എനിക്ക് ഷാർപ്പൻ ചെയ്തത് തന്നെ, മോൾഡ് ചെയ്തത് തന്നെ ഈ NIT കാലിക്കറ്റാണ്. അന്ന് നമ്മൾ REC കാലിക്കറ്റ് എന്ന് പറയും. അപ്പം ഞാൻ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് കൊണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഡയറക്റ്റായിട്ട് 1991 ജോയിൻ ചെയ്തതാണ് ഈ REC കാലിക്കറ്റിൽ. ഇന്ത്യയിലെ തന്നെ എപ്പോഴും ടോപ്പ് 5 NITകളിൽ നമ്മുടെ ഈ NIT കാലിക്കറ്റ് എപ്പോഴും തലയുയർത്തി നിന്നിട്ടുണ്ടായിരുന്നു. അതിനോട് കണക്ട് ചെയ്ത് ചോദിച്ചാൽ നമ്മൾ ഇടയ്ക്ക് 4th പൊസിഷനിൽ വന്നിരുന്നു കാലിക്കറ്റ് NIT. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 5th അത് നമുക്ക് ഒരു സെക്കൻഡിലേക്കൊക്കെ കൊണ്ടുപോകാൻ പെട്ടെന്ന് പറ്റുമോ? ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ജമ്പ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഗ്രാജുവലി നമുക്ക് തീർച്ചയായിട്ടും, കാരണം എനിക്ക് ഇതിന് മുമ്പത്തെ പരിചയം വെച്ചും ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത ഒത്തിരി വളരെ യങ് ആയിട്ടുള്ള, വളരെ കേപ്പബിൾ ആയിട്ടുള്ള നമ്മുടെ യങ്ങർ ഫാക്കൽറ്റി മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും കൂടി ഒരു കൺസേർട്ടഡ് എഫേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് NIT ആയി കൊണ്ടുവരാൻ പറ്റും. കേന്ദ്ര സർക്കാരിന്റെ പുതിയ NITകൾക്കുള്ള ഒരു ഫണ്ടിംഗ് പോളിസി അനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇനി നമ്മൾ തന്നെ പണം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിലേക്ക് എന്താണ് സാറിന്റെ ഒരു പ്ലാൻ? തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം, മറ്റുള്ള ജനങ്ങളുടെ ജനറൽ ഏർലി ചൈൽഡ്ഹുഡ്, അങ്ങനെ ആ ലെവലിലായിരിക്കും എപ്പോഴും ഫോക്കസ്. ഇപ്പം നമ്മൾ വെസ്റ്റേൺ ഏറ്റവും പ്രഗത്ഭമായ സ്ഥാപനങ്ങൾ എടുത്താൽ, ഇപ്പോൾ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, MIT, സ്റ്റാൻഫോർഡ് ഓർ ഓൾ ദി എലീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളിപ്പോൾ വേൾഡ് എടുത്താൽ അവരുടെ എല്ലാം ഫണ്ടിങ്ങിൽ പബ്ലിക് ഫണ്ടിങ് എപ്പോഴും കുറച്ച് വരികയാണ്. കൂടുതലും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ അലുമിനി എൻഡോവ്മെന്റ്സ് ആണ്, പിന്നെ പബ്ലിക് കോൺട്രിബ്യൂഷൻസ്, വോളണ്ടറി ഡൊണേഷൻസ്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പിലേക്കാണ് എല്ലാ സ്ഥാപനങ്ങളും വേൾഡിൽ എല്ലായിടത്തും കാണുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണത്. അപ്പം അലൂമിനിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്താൽ ഫണ്ടിങ് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അലുമിനി റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ 6 ഡെക്കേഡില് ഇപ്പൊ നമ്മൾ വജ്ര ജൂബിലി ആഘോഷിക്കല്ലേ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികള് വളരെ അഭിമാനിക്കാവുന്ന പൊസിഷനിലെ, അതായത് അക്കാഡമിയിലായാലും ഇൻഡസ്ട്രിയിലായാലും റിസർച്ച് ഓർഗനൈസേഷനിലായാലും ഈവൻ സിവിൽ സർവീസ് ആയാലും മറ്റുള്ള പബ്ലിക് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും വളരെ ഉയർന്ന നിലയിലേക്കുന്നതാണ്. അവരുടെ സഹായം തേടി അവർക്ക് തീർച്ചയായിട്ടും ഒരു പ്രചോദനം ഉണ്ടാക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അവരെ എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ ഒരു ന്യൂസ് ലെറ്റർ വഴി അവരെ ഇൻഫോം ചെയ്തും അവരെ ചാപ്റ്ററുമായിട്ട് വളരെ സമ്പർക്കം പുലർത്തിയും അതുപോലെ തന്നെ അവരുടെ നേതൃത്വത്തിൽ തന്നെ ചെയ്യാവുന്ന പല ആക്ടിവിറ്റീസ്, അങ്ങനെ നമുക്ക് ഈ എൻഡോമെന്റ് ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മുമ്പത്തെ പോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കൂടുതൽ സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് വരുന്നത്. അതിലൊരു കുറവുണ്ടോ മൊത്തത്തിൽ?
അത് ഇപ്പൊ ഈ കോവിഡിന്റെ ഇതുകൊണ്ട് കുറച്ചൊക്കെ കുറവുണ്ടാവാം. പക്ഷേ നമ്മളെ ഇപ്പം സാർക്ക് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ യൂഷ്വൽ ഇൻഫ്ലോക്ക് യാതൊരു കുറവുമില്ല. പക്ഷെ അതിലുപരി ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമുണ്ട് സ്റ്റഡി ഇൻ ഇന്ത്യ പ്രോഗ്രാം. നമ്മൾ ഈ സാർക്ക് രാജ്യങ്ങളിൽ ഉപരിയായിട്ട് ഈ ലാറ്റിൻ അമേരിക്കൻ, ഈവൻ ആഫ്രിക്കൻ, സബ് സഹാറൻ, അങ്ങനെ ഒത്തിരി ഈ ഗൾഫ് രാജ്യങ്ങളിൽ അഫ്കോഴ്സ് നമുക്ക് ദാസാക്കോട്ടയിൽ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഈവൻ തായ്ലൻഡ്, ഫാർ ഈസ്റ്റ്, മെനി കൺട്രീസ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന്റെ. പക്ഷേ അപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഫുഡ് അല്ലെങ്കിൽ അവരുടെ താമസ സൗകര്യങ്ങൾ. ഇപ്പം നമുക്ക് പരിമിതമായ സംവിധാനങ്ങളായിരിക്കും ഉണ്ടാവുക. അത്രത്തോളം നമ്മൾ ഉയരേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. തീർച്ചയായിട്ടും. അതായത് ഈ ഫോറിൻ സ്റ്റുഡൻസ് ഉള്ളപ്പോഴും നമ്മളെല്ലാം ഫോറിനിൽ പഠിച്ചുകൊണ്ട് നമുക്കറിയാം അതിൻ്റെതായ ഒരു സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അതായത് അവർക്ക് തന്നെ കുക്ക് ചെയ്യാവുന്ന മേ ബി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ്, ജസ്റ്റ് 1 bedroom കിച്ചൺ അപ്പാർട്ട്മെന്റ്സ്. അപ്പൊ അങ്ങനെ സൗകര്യമുള്ള അവർക്ക് തന്നെ അവിടെ കളിക്കാനും അവർക്ക് പഠിക്കാനും നല്ല ബാൻഡ്വിഡ്ത്ത് കണക്ഷൻസും അവരുടേതായ വളരെ സൗകര്യമായിട്ട് അവർക്ക് ഇപ്പം യാതൊരു ഡിസ്റ്റിങ്ഷനും കൂടാതെ എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാവുന്ന ഒരു പ്രമൈസസ്, റെസിഡൻഷ്യൽ ഹാൾസ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള, റിക്രിയേഷൻ ഫെസിലിറ്റീസും ഉള്ള, അവർ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുള്ള ഒരു വളരെ വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് നമുക്ക് എന്തായാലും വേണം. അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റഡി ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ നല്ല സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ കാലിക്കറ്റ് NIT കൊണ്ടുവരിക എന്നത് സാറിന്റെ ഒരു എയിമിൽ ഒന്നാണ്. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ നമുക്ക് ഈ ബിക്കോസ് ഓഫ് അവർ നമ്മുടെ ഗൾഫ് മലയാളീസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ധാരാളം റിപ്പാട്രിയേറ്റ്സും അവരുടെ ഫാമിലികളും എല്ലാം തീർച്ചയായിട്ടും നല്ല സൗകര്യം നമ്മൾ അവരുടെ കൂടി സഹായം തേടിയിട്ട് ഒരു നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇവിടെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ മറ്റുള്ള കൺട്രീസിലുള്ള സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്ത് നല്ല ഒരു അത് നമുക്ക് IRGക്ക് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ വിസിബിലിറ്റി ഇമ്പാവും സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് നമ്മൾക്ക് നോട്ട് ഓൺലി നമ്മുടെ ഈ NIRF മാത്രമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ QS റാങ്കിങ്ങിലും നമ്മൾ പങ്കെടുക്കണം. അപ്പോൾ ഈ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നല്ല റാങ്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ വിസിബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇന്റർനാഷണൽ ഫാക്കൽറ്റി, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടാവണം ഇവിടെ. സാറ് മലയാളിയാണെന്ന് പറഞ്ഞു. നോർത്ത് പറവൂരാണ് സാറിന്റെ ജന്മസ്ഥലം. കുറച്ചു കാലമായി തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം റാഹീസ് റഷീദ്, മീഡിയ 1 കോഴിക്കോട്.